സുഹൃത്തുക്കളെ, മലയാള സിനിമയുടെ നല്ല കാലമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു നല്ല കാലത്തിലേക്ക് ഇപ്പോൾ പുതിയ സിനിമകൾ മാത്രം എന്ന രീതിയിലാണ് നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചറപറാ ഇറങ്ങുന്ന കുറേ ചെറിയ സിനിമകൾ വന്നു പോവുകയും എപ്പോഴെങ്കിലൊക്കെ OTT എത്തുമ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നോ എന്ന ചിന്തകളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ മലയാള സിനിമകൾ. ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ് സിനിമയെ കൂടി നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഇവിടെ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഒന്ന് തമിഴിലൊന്ന് പ്രദർശിപ്പിക്കണമെങ്കിൽ, തമിഴ് തിയേറ്ററിലൊക്കെ ഒന്ന് കാണിക്കണമെങ്കിൽ ആദ്യം അവരോട് ഒരുപാട് അപേക്ഷിക്കണം, എന്നിട്ട് വേണം 1-2 തിയേറ്ററൊക്കെ ഒന്ന് കിട്ടാൻ. ഇപ്പോൾ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആ സിനിമ ഞങ്ങൾക്ക് തരാമോ, ഞങ്ങൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയിൽ തമിഴ് സിനിമാ ലോകം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമാ ലോകത്തെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ തമിഴരടക്കം. പറഞ്ഞു വരുന്ന ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2014 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏകദേശം തിയേറ്ററിലേക്കായിട്ട് നമ്മുടെ തമിഴ് സിനിമയിൽ ഇറങ്ങിയത് 68 സിനിമകളായിരുന്നു. ഈ 68 സിനിമകളിൽ 66 കംപ്ലീറ്റ് ഫ്ലോപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ തമിഴിൽ നിന്ന് കിട്ടുന്ന ഒരു കണക്കുകളിൽ. അതിൽ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറയുന്നത് 100 കോടി വെച്ച് നിർമ്മിച്ച നമ്മുടെ രജനീകാന്തിന്റെ ചിത്രമായിരുന്നു. അത് വെറും 36 കോടിയിലാണ് അതുകൊണ്ടെന്ന് അവസാനിപ്പിച്ചത്. ബാക്കി മുഴുവൻ വൻ നഷ്ടത്തിലേക്കാണ് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ മലയാള സിനിമ അതിഗംഭീരമായിട്ട് ഉണർന്നു വന്നത്. അത് പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോഴാ നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയും. ആടുജീവിതവും തമിഴിൽ ഗംഭീരമായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് യജാതി സിനിമാക്കാരാണ് മലയാളികൾ എന്ന് അവിടുത്തെ ആളുകളൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മല്ലൂസ് മാറിയിട്ടുണ്ടെന്നർത്ഥം. ഒരു കണക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 100 കോടി നേടിയത് നമ്മുടെ ധനുഷിന്റെ ഒരു സിനിമയാണെന്ന് പറയാം. നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ആ ഒരു സിനിമ മാത്രമാണ് 100 കോടി കടന്ന ഏക സിനിമ. ഒരുപക്ഷെ അതേസമയം നമ്മുടെ വിജയ് സേതുപതി ഖത്രീനയുടെ ഒരു ചിത്രം ഇറങ്ങിയിരുന്നു. അത് 60 കോടിയിലാണ് ചിത്രീകരിച്ചത്. ആകെ തിരികെ കിട്ടിയത് വെറും 26 കോടിയാണ്. അങ്ങനെ പ്രേമലു ആണെങ്കിൽ 10 കോടി മാത്രം തമിഴ്നാട്ടിൽ മാത്രം കളക്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. ആടുജീവിതം ഇപ്പോൾ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സിനിമാ വ്യവസായത്തിൽ ഈ ഒരു വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകൾ കൂടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ 2014 ഇങ്ങനെ നിലനിൽക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ മുമ്പിലേക്ക് ഇനി കമൽഹാസന്റെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങാനുണ്ട്. ഒരു സംശയമില്ല, കമൽഹാസന്റെ സിനിമയാണ്. മലയാളത്തിലും അതിഗംഭീരമായിട്ട് തന്നെ ഓടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത്രയ്ക്കേറെ പ്രതീക്ഷ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് കമൽഹാസന്റെ ഇന്ത്യൻ 2. ഒപ്പം തന്നെ സൂര്യയുടെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന സിനിമയാണ് കങ്കുവ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ വിക്രത്തിന്റെ തങ്കര എന്ന് പറയുന്ന സിനിമ കൂടി മലയാളികളടക്കം കാത്തു നിൽക്കുന്ന സിനിമയാണ്. വിജയുടെ ദ ഗോഡ് എന്ന് പറയുന്ന സിനിമ കൂടി ഇറങ്ങാനുണ്ട്. ഒപ്പം അജിത്തിന്റെ വിടാമുയർച്ച എന്ന് പറയുന്ന സിനിമയും രജനിയുടെ വേട്ടയ എന്ന സിനിമയും. ഈ സിനിമകളൊക്കെ ഒരു തമിഴ് സിനിമാ വ്യവസായത്തിന്, ഈവൻ മലയാളം സിനിമാ വ്യവസായത്തിന് അല്പം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന സിനിമകളാണെന്ന് പറയാം. പക്ഷേ ഇപ്പോഴും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ ഒരു സമയങ്ങൾ മുഴുവൻ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാള സിനിമ അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബൈ.